Hi guys, welcome to the third video and this time for stem stitch. Back stitch ആയിട്ട് കുറേ similarities ഉള്ള ഒരു stitch ആണ് stem stitch. Straight lines, border lines, letters എല്ലാം നമുക്ക് stem stitch കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സ് വരെ നമുക്ക് stem stitch യൂസ് ചെയ്ത് ചെയ്യാം. ആദ്യം നമുക്ക് ഈ സ്റ്റിച്ചിന്റെ ഡെമോ ഒന്ന് കണ്ടു നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നീഡിൽ ഇതുപോലെ കുത്തി കൊടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് നീഡിൽ ഇതുപോലെ പാസ് ചെയ്യാം. ബാക്ക് സ്റ്റിച്ചിന് നമ്മൾ ഇങ്ങനെയായിരുന്നു ചെയ്തത് അല്ലേ? ബട്ട് ഇവിടെ ആ ഗ്യാപ്പിൻ്റെ ഏകദേശം മിഡിലായിട്ട് നീഡിൽ തിരിച്ച് നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് എടുത്തിട്ട് വേണം ത്രെഡ് ടൈറ്റ് ചെയ്യാൻ. ഈ പ്രോസസ്സ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ദേ സ്റ്റെം സ്റ്റിച്ച് ഇതുപോലെ ഫോം ആയി വരും. 2 times നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്തെടുക്കുക. നീഡിൽ ഇതുപോലെ എടുക്കുക. 1 2 ആ 2 കുത്തും ഒരുമിച്ച് കിട്ടി. ആൻഡ് ഫൈനലി ഇതുപോലൊരു സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ അവസാനിപ്പിക്കാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമ്മുടെ ഡിസൈനിലേക്ക് പോയാൽ അവിടെ നമ്മളൊരു ചെടിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ച് ചെയ്ത് നോക്കാം. നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ത്രെഡിൻ്റെ ഈ ഒരു പോർഷൻ, ഞാൻ കൈ വെച്ചിരിക്കുന്ന ഒരു പോർഷൻ എപ്പോഴും ഒരേ സൈഡിലേക്ക് വരണം. പിന്നെ ഇടയ്ക്ക് നൂലൊക്കെ ഒന്ന് വലിഞ്ഞു പോയാൽ ഇതുപോലൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഓക്കെ, നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലാസ്റ്റ് സ്റ്റിച്ചും കൂടെ ഇട്ടാൽ ഈ ലൈൻ കംപ്ലീറ്റ് ആയി. പിന്നെ മുകളിൽ ഒരു ലൈനും കൂടെ ഉണ്ട്, അതും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരിക്കും. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ.